Eldhose ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് Eldhose. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് Poco X3 പറ്റിയാണ്. Poco X3 പറ്റി എല്ലാവരും ചോദിക്കുന്നവർ നല്ല ഫോണാണോ, എങ്ങനെയുണ്ട്, വാങ്ങിക്കാൻ പറ്റുന്ന ഫോണാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നല്ലൊരു ഫോൺ തന്നെയാണ്. നമുക്ക് Poco X3 ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്യാം. അതുപോലെ തന്നെ realme 7 Pro ആണോ Poco X3 ആണോ ഏറ്റവും ബെറ്റർ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി നമുക്ക് ഇതിനകത്ത് റിവ്യൂ ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഏറ്റവും നല്ല ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 120 Hz റിഫ്രഷ് റേറ്റും 6000 mAh ബാറ്ററി, സ്നാപ്ഡ്രാഗൺ 732G എന്ന് പറഞ്ഞൊരു പ്രൊസസ്സറും ഉണ്ട് അതിനകത്ത്. പിന്നെ കുറച്ച് ഡൗൺ സൈഡ് ഒക്കെ ഉണ്ട്, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പോരായ്മകൾ. അതുപോലെ തന്നെ realme 7 Proയും ഇതും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ ഏതാണ്ട് അതിനുള്ള സംശയം മാറുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് Poco X3 ഒരു റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് സ്പെക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് റിവ്യൂ ചെയ്ത് തരാം. അപ്പോൾ അതുപോലെ കൂടെ നമ്മൾ realme 7 Proയുടെ നമ്മളൊരു കോമ്പാരിസൺ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ സ്പെക്കൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇതിൽ Qualcomm സ്നാപ്ഡ്രാഗൺ 730G എന്ന് പറഞ്ഞൊരു പ്രൊസസ്സറാണ് വരുന്നത്. ഇതൊരു ഗ്ലോബൽ ഡെബ്യൂട്ടാണ് ഈ പ്രൊസസ്സറിൻ്റെ. ഫസ്റ്റ് ലോഞ്ചിങ് ആണ് ഈ ഒരു ഫോണിനകത്ത്. അതായത് സ്നാപ്ഡ്രാഗൺ 720 730നേക്കാളും കുറച്ചുകൂടെ സ്ലൈറ്റ്ലി പെർഫോമൻസ് കൂടുതലുള്ളൊരു പ്രൊസസ്സറാണ്. വലിയ ഹെവി ഇതൊന്നും ഇല്ല, എന്നാലും കുറച്ച് ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട്, ചോടെ പെർഫോമൻസ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കോറ് വരുന്നത് 2.3 GHz 2 കോഴ്സാണ് വരുന്നത്. ഇതിൻ്റെ മെയിനായിട്ട് പെർഫോമൻസ് കോർ വരുന്നത്. പിന്നെ സിൽവർ കോഴ്സ് വരുന്നത് നമുക്ക് 4 കോറുകൾ വരുന്നുണ്ട്. അതുകൂടാതെ നല്ലൊരു ഗെയിമിംഗ് കപ്പാസിറ്റി, നന്നായിട്ട് ഗെയിം കളിക്കാൻ വരുന്ന ഒരു ഫോണാണ് ഇത്. Adreno 618 ആണ് ഇതിനകത്ത് വരുന്നത്. നല്ലൊരു GPU ആണ് വരുന്നത്. അഡ്വാൻസ്ഡ് ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇത് 4th ജനറേഷൻ AI എഞ്ചിനുള്ളൊരു പ്രൊസസ്സറാണ്. അപ്പോൾ ഒരു നല്ലൊരു ഗെയിമിങ്ങിന് നല്ലൊരു സിങ്കിങ് ഉണ്ടാവും, നല്ല പ്രൊസസ്സറും GPU ഒക്കെ തമ്മിൽ. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഫോണിൽ കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ഗെയിമിംഗ് ഫോണാണ്. അതുപോലെ 6 ലെയർ കോട്ടിങ്ങും ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിയും കൊടുത്തിട്ടുണ്ട് ഈ ഫോണിനകത്ത്. അപ്പോൾ ഹീറ്റിംഗ് കാര്യങ്ങൾ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഓൾറെഡി Qualcomm പ്രൊസസ്സറിന് ഹീറ്റിംഗ് കുറവാണ്. അതിൻ്റെ കൂടെ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ഹീറ്റിംഗ് പ്രശ്നമൊന്നും കാണത്തില്ല. അപ്പോൾ ഗെയിമിംഗ് ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും realme 7 Proനേക്കാളും ബെറ്റർ ഫോൺ ഇത് തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 730G വരുമ്പോൾ ഇച്ചിരി അഡ്വാൻസ്ഡ് പ്രൊസസ്സറാണ്. അതിൻ്റെ കൂടെ തന്നെ 6000 mAh ബാറ്ററി, പിന്നെ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി, 120 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫോൺ എടുക്കുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് Poco X3 തന്നെ പരിഗണിക്കാം. അല്ലാത്തവർക്ക് റിയൽമിയിലേക്ക് പോകാം. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.7 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ്. നല്ലൊരു മികച്ച ഡിസ്പ്ലേ തന്നെയാണ് 120 Hz. പക്ഷേ ഇതിൽ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഒന്നുമില്ല. അപ്പോൾ realme 7 Proയിലും നമുക്ക് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ കിട്ടും. അപ്പോൾ നല്ല സിനിമ എക്സ്പീരിയൻസ്, നല്ല വീഡിയോസൊക്കെ കാണാനും സിനിമകളൊക്കെ കാണാനായിട്ട് ഫോൺ യൂസ് ചെയ്ത് വാങ്ങിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ 120 Hz റിഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇത്. അതുപോലെ 240 Hz ടച്ച് സെൻസിറ്റിവിറ്റി റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതുവഴി നമുക്കിങ്ങനെ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ നല്ലതായിട്ട് ടച്ച്, നമ്മൾ ഗൺസൊക്കെ ട്രിഗർ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് അക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഗൺ ഷോട്ട് പോകും. അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ 33% ഫാസ്റ്ററാണ് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഫോണുകളിലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ HDR10 ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമിലൊക്കെ നമുക്ക് ഫുൾ HD വീഡിയോസ് കിട്ടും. അപ്പോൾ അത് നല്ലൊരു ഗുണമാണത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് 120 Hz ഡിസ്പ്ലേ, 240 Hz റിഫ്രഷ് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇത് ഡൈനാമിക് റേഞ്ച് ഡിസൈനും പിന്നെ അതിൻ്റെ ലാർജ് സ്ക്രീനെ പറ്റിയൊക്കെ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു 6000 mAh ബാറ്ററിയാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഒരു മികച്ച ബാറ്ററി എന്ന് പറയാനായിട്ട് സാധിക്കും. 2 ദിവസം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. അപ്പോൾ നല്ലൊരു ബാറ്ററി ഉള്ള ഫോണാണ്. അതുപോലെ ഇതിന് 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഫാസ്റ്റ് ചാർജർ ബോക്സിലും ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ വേഗത്തിൽ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. realme 7 Proയിലേക്ക് പോകുമ്പോൾ നമുക്ക് 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി ബെറ്റർ ഫാസ്റ്റ് ചാർജിങ് അവിടെയാണ് കിട്ടുന്നത്. പക്ഷേ അത് 4500 mAh ബാറ്ററിയാണുള്ളൂ. ഇവിടെ നമുക്ക് 6000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു മികച്ച അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഡുവൽ ആഡിയോ സ്പീക്കർ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഗെയിമിങ്ങിനും നമുക്ക് സിനിമ കാണുന്നതിനൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. നല്ലൊരു സംഭവമാണത്. നല്ല സൗണ്ടും കിട്ടും നമുക്ക് ഫോണിന്. ഓൾറെഡി നമുക്ക് റെഡ്മിയുടെ ഇപ്പോൾ Note 9 Pro, Note 9 Pro Maxലൊക്കെ നല്ല ഓളിയോ ഉണ്ട്. അതുപോലെ Poco X2ലൊക്കെ നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഡുവൽ ആഡിയോ സ്പീക്കറിനോട് വരുമ്പോൾ നല്ലൊരു മികച്ച സൗണ്ട് എന്ന് തന്നെ പറയാനായിട്ട് നമുക്ക് സാധിക്കും. നല്ലൊരു ഓഡിയോ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഫോണിനകത്ത് കിട്ടും. അതുപോലെ ഇത് ഡുവൽ ബാൻഡ് വൈഫൈ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല വൈഫൈ ബ്ലൂടൂത്ത് സിഗ്നലൊക്കെ നല്ല സ്ട്രെങ്ത്തിൽ കിട്ടും. അത് നല്ലൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ നമുക്ക് 6000 mAh ബാറ്ററി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഫോണിൻ്റെ ഡിസൈനും ചെറിയ രീതിയിലുള്ള കാര്യങ്ങളും ഗെയിമിംഗ് മൂഡ് തന്നെയൊക്കെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് മെയിനായിട്ട് ക്യാമറയിലേക്ക് വരാം. ക്യാമറ വരുന്ന കഴിയുമ്പോൾ നമുക്ക് പ്രൈമറി ക്യാമറ വരുന്നത് Sony IMXൻ്റെ 64 MB ക്യാമറയാണ് വരുന്നത്. പിന്നെ നമുക്ക് 13 MB ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ട്. സാധാരണ 8 MB ആണ് കൊടുക്കാറ്. അപ്പോൾ ഒരു 13 MB ഒരു അൾട്രാ വൈഡ് ആംഗിൾ കൊടുത്തൊരു അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 മൈക്രോ ലെൻസൊക്കെ, പോർട്രേറ്റ് ലെൻസൊക്കെ ചുമ്മാ 2 MB ഉള്ളൂ, സാധാരണ ഫോണിലൊക്കെ വരുന്ന പോലെ.
അപ്പോൾ ഇത് IMX സെൻസർ കുറച്ച് ഡൗൺ ഗ്രേഡ് ആണ്. നമ്മുടെ പൊക്കോ X2ലുള്ള IMXനേക്കാളും സോണി IMXനേക്കാളും കുറച്ച് കുറഞ്ഞ വേർഷനാണ് ഇന്നത്തെ ഉപയോഗിച്ചിരിക്കുന്നത്. സോണി IMX 682 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റീസ് തന്നെ ഉണ്ട്. പക്ഷേ എന്നാലും കുറച്ച് അതൊരു ഡൗൺ ഗ്രേഡ് എന്ന് നമുക്ക് പറയാം. പിന്നെ 20 MB ആണ് സെൽഫി ക്യാമറ വരുന്നത്. കുറച്ച് ക്യാമറ ഷോട്ട്സൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ 3D കവർ ഡിസൈനാണ്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞത് പ്ലാസ്റ്റിക് ബിൽഡാണ്. ഇപ്പോൾ റിയൽമി 7 Pro ആണെങ്കിലും ഈ പൊക്കോ X3 ആണെങ്കിലും പ്ലാസ്റ്റിക് ബിൽഡിലാണ് വരുന്നത്. അതൊരു പോരായ്മയാണ്. ഇത് 6000 mAh ബാറ്ററി വന്നുകൊണ്ട് ചിലപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നതിനൊക്കെ ആയിട്ട് കമ്പനി അത് കൊണ്ടുവന്നതായിരിക്കും. പക്ഷേ ഇതൊരു പോരായ്മ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. പുറകിലോ ഡിസ്പ്ലേ അല്ല വരുന്നത്. നമ്മുടെ പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്, പൊക്കോ X2 ഉണ്ടായിരുന്നത് പോലെ തന്നെ. പിന്നെ ഇതിനകത്ത് ഇൻഫ്രാറെഡ് വരുന്നുണ്ട്, ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ഒക്കെ അതാണ് പറയുന്നത്. ഇൻഫ്രാറെഡുള്ള നമുക്ക് വളരെ പ്രയോജനമാണ്. കാര്യം നമുക്ക് റിമോട്ടൊക്കെ നമുക്ക് ഇപ്പോൾ ടിവിയുടെ AC അങ്ങനെ എല്ലാ റിമോട്ടും നമുക്ക് ഇതിനകത്ത് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ 2 കളേഴ്സാണ് ഇത്, ബ്ലൂവും ബ്ലാക്കും ഒക്കെ വരുന്നത്. അപ്പോൾ നല്ലൊരു ബ്ലാക്കിലൊരു ഗ്രേ കളറാണ് വരുന്നത്. ഇതിൻ്റെ പൊക്കോ ലോഗോ വലിയൊരു ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്, പ്ലാസ്റ്റിക് ബോഡിയാണ് ബാക്കിൽ. ഒരു പോരായ്മ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം അതൊരു ഗ്ലാസ് എങ്കിലും പ്രൊവൈഡ് ചെയ്യാവുന്ന കാര്യം പൊക്കോ X2 ഗ്ലാസ് പ്രൊവൈഡ് ചെയ്തതാണ്, ഇതിനകത്ത് ഗ്ലാസ് ഇല്ല. പിന്നെ ഇതിന് ചെറിയൊരു വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്, P2A കോട്ടിങ് പോലെ. IP53 ആണ്. അതൊരു ജസ്റ്റ് സ്പ്ലാഷ് പ്രൂഫ് റെസിസ്റ്റൻസേ ഉള്ളൂ. അതായത് മീൻസ് നമ്മൾ മഴയത്തൊക്കെ പോകുന്ന സമയത്ത് വെള്ളം തെറിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഫോണിലേക്ക് ഒരു ഗ്ലാസ്സിൽ നിന്ന് വെള്ളം മറിഞ്ഞു വീഴും, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല. പിന്നെ ഇതിന് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ റിയൽമി 7 Proയിൽ ഗൊറില്ല ഗ്ലാസ് 3 ആണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രൊട്ടക്ഷൻ കൂടുതലുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഓവറോൾ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഇതാണ്. ഇതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 17000 രൂപയ്ക്കാണ്. ടോപ്പ് എൻഡ് വേരിയൻറ്റിന് 20000 രൂപ വരും. അപ്പോൾ 4GB 64GB മോഡലിന് 17000, 8GB 128 മോഡലിന് 20000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഒരു 17000 രൂപയ്ക്ക് ഒരു നല്ല ഫോണാണെന്ന് വെച്ചാൽ നല്ല ഫോൺ തന്നെയാണ്. പക്ഷേ മാർക്കറ്റിൽ ഇപ്പോഴും റിയൽമി X2 ഒക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഇതൊരു വലിയ തരംഗം എന്നൊന്നും പറയാനില്ല. ഒരു 6000 mAh ബാറ്ററിയാണ് നമുക്ക് ഒരു ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. റിയൽമി X2 ഒക്കെ 4500 mAh വരുന്നുണ്ട് ബാറ്ററി, നല്ലൊരു mAh ബാറ്ററി വരുന്നുണ്ട്. അതിനകത്ത് AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളും ഈ സെയിം ക്യാമറ സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് അതും സെയിൽ നടക്കുന്നത്. അപ്പോൾ പുതിയൊരു ടെക്നോളജി ഒന്നും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഒരു പൊക്കോ ഫോൺ ഒരു 10000 രൂപയ്ക്ക് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എടുക്കാം, നല്ലൊരു ഫോണാണ്. അപ്പോൾ അതുപോലെ റിയൽമി 7 Proയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 20000 രൂപയാണ് പ്രൈസ് റേഞ്ച്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ നമുക്കിതൊരു നല്ല ഫോണായിട്ട് പറയാം. അതുപോലെ തന്നെ സ്പെക്കൊക്കെ ഏറെക്കുറെ റിയൽമി 7 Proയുടെ സെയിം ആണ്. അപ്പോൾ ഇതിന് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും 6000 mAh ബാറ്ററി ഉണ്ട്. പിന്നെ ഡ്യുവൽ ഓഡിയോ സ്പീക്കർ കപ്പാസിറ്റി ഉണ്ട്. പിന്നെ മറ്റേ റിയൽമി 7 Proയ്ക്ക് ഡ്യുവൽ ഓഡിയോ സ്പീക്കറിൻ്റെ സമയത്ത് ചെറിയൊരു വൈബ്രേഷൻ എല്ലാവരും കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. ഇതിനങ്ങനെയൊന്നും പ്രോബ്ലം ഇല്ല. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 17000 രൂപയ്ക്ക് ഓക്കെയാണ്, നല്ലൊരു ഫോൺ തന്നെയാണ്. പക്ഷേ മാർക്കറ്റിൽ ഇതിനെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഫോണുകൾ ഈ റേഞ്ചിൽ ഓൾറെഡി ഉണ്ട്, അതാണ് ഒരു പ്രോബ്ലം. അപ്പോൾ ഇത് നല്ല ഫോൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാം. അപ്പോൾ ഗെയിമിങ് കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പൊക്കോ X3 തന്നെ പ്രിഫർ ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് മൂവി എക്സ്പീരിയൻസ് ഒക്കെയാണ് കൂടുതൽ, ഡിസ്പ്ലേക്കൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും, അതുപോലെ പെട്ടെന്ന് ഫോൺ ചാർജ് ആവണം എന്നൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും റിയൽമി 7 Pro പരിഗണിക്കാം. കാര്യം 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, 38 മിനിറ്റിൽ ഫോൺ ഫുൾ ചാർജ് ആയി കിട്ടും. അപ്പോൾ അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ റിയൽമി 7 Proയ്ക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഫോണാണ് വേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. ഗെയിമിങ്ങിനാണെങ്കിൽ തീർച്ചയായിട്ടും പൊക്കോ X3 നോക്കുക, മറ്റു കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ റിയൽമി 7 Pro എടുക്കാം. അപ്പോൾ ഇതുപോലെ ടെക്നോളജി വിട്ട് താമസിച്ചുള്ള വരാം. അതുവരെ ബൈ. അപ്പോൾ ഇപ്പോൾ റിയൽമി 7 Pro ആണോ പൊക്കോ X3 ആണോ ഏറ്റവും ബെറ്റർ എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ റിയൽമി 7 Proയ്ക്കകത്ത് നമുക്ക് 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും അങ്ങനെ കുറച്ച് ഹൈലൈറ്റ് ഫീച്ചറൊക്കെ വരുന്നുണ്ട്. പക്ഷേ പൊക്കോ X3 നോക്കുമ്പോൾ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജ് പൊക്കോ X3 ഉണ്ട്. അപ്പോൾ നമ്മുടെ യൂസേജ് ഏത് രീതിയിലാണ്? അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്യാമറയാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ റിയൽമി 7 Pro തന്നെയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ബാറ്ററിയാണ് പ്രയോറിറ്റി, ഗെയിമിംഗ് ഒക്കെയാണ് കൂടുതൽ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പൊക്കോ X3 പരിഗണിക്കാം. അങ്ങനെ 2 തരത്തിലുള്ള ഒരു ഫോണാണ്, രണ്ടും നല്ല ഫോണുകൾ തന്നെയാണ്. നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ എന്താ പറയുക, ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയിട്ട് നല്ലൊരു മൂവി എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ വേണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റിയൽമി 7 Pro തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അറിവുള്ള ടെക്നോളജി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. അതുവരെ ബൈ.